ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നീതൂസ് ഇൻ ന്യൂസിലാൻഡ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ പുലർച്ചെ 4-4:30 കാണും. December 31, 2024. ഒരു ന്യൂ ഇയർ സെലിബ്രേഷനും കൂടി ഈ ട്രിപ്പിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കറൻ്റ്ലി ഉള്ളത് ന്യൂസിലാൻഡിലെ വില്ലിംഗ്ടണിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 8 to 9 hours ട്രാവൽ ചെയ്താൽ നമ്മൾ റൊട്ടൂറുവ ഹാമിൽട്ടൺ എത്തും. അതാണ് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഡെസ്റ്റിനേഷൻ. ഞങ്ങൾ 3 ഫാമിലീസ് ഒന്നിച്ചാണ് ട്രിപ്പിന് പോയത്. അപ്പോൾ ട്രിപ്പിൻ്റെ മൂഡ് ഒന്നും കൂടി എൻജോയബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 12 seater വണ്ടി റെൻറ്റിന് എടുത്തിട്ടാണ് പോയത്. ട്രിപ്പിന് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ആ കറുത്ത് കാണുന്നതെല്ലാം പശുക്കളാണ്. ന്യൂസിലാൻഡിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ് ഈ ഫാമിങ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. ഇവിടെ ഒത്തിരി നല്ല പ്യുവറായിട്ടുള്ള മിൽക്ക് പ്രോഡക്ട്സാണ് കിട്ടുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ മിൽക്ക് പ്രോഡക്ട്സ്, ഹണി, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെ പറ്റില്ല. വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. ബയോസെക്യൂരിറ്റി ഒത്തിരി കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ്. അപ്പം നമ്മുടെ അവിടെ നിന്ന് ഈ മിൽക്ക് പ്രോഡക്ട്സ്, ഇങ്ങനത്തെ പ്രോഡക്ട്സൊക്കെ കൊണ്ടുവന്ന് അതായത് അങ്ങനത്തെ വേംസൊക്കെ, നമ്മൾ കൊണ്ടുവരുന്ന വേംസൊക്കെ അവരുടെ രാജ്യത്ത് കിടന്ന് അവരുടെ ഈ ബയോ സെക്യൂരിറ്റിക്ക് ഒരു വെല്ലുവിളിയാവുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു സ്ഥലമാണ് ടാപ്പോയിലൊരു ഫേമസ് വാട്ടർഫോൾ ഉണ്ട്. ന്യൂസിലാൻഡിലെ തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു വാട്ടർഫോളാണ് ഹുക്ക ഫോൾസ്, HUKA. സോ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽസ്, പിന്നെ നല്ല അടിപൊളി പിക്ചേഴ്സൊക്കെ ഉണ്ട്. ഈ ഹുക്ക വാട്ടർഫോൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ നിറം തന്നെയാണ്. കണ്ടോ, നല്ല പച്ച കളറാണ് നിറം. അതുപോലെ തന്നെ ഹൈ പ്രഷറിലാണ്. വൈക്കാട്ടോ റിവറിൽ നിന്ന് ഒരു നാരോയിഷ് കനാലിൽ കൂടിയാണ് ഈ ഹുക്ക വാട്ടർഫോൾസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹൈ പ്രഷറിലാണ് വാട്ടർ ഒഴുകുന്നത്. ഈ ഹൈ പ്രഷറുള്ള ഈ ഹുക്ക ഫോൾസിലൂടെയുള്ള ഒരു ജെറ്റ് ബോട്ട് റൈഡ് എത്ര ബ്യൂട്ടിഫുള്ളായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ 1 day ഹുക്ക വാട്ടർഫോൾസിലാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. ഒത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ഈ ഹുക്ക വാട്ടർഫോൾസിൽ. അതിൽ ഏറ്റവും അടിപൊളിയാണ് ജെറ്റ് ബോട്ട്. അപ്പോൾ ആരെങ്കിലും ഹുക്ക വാട്ടർഫോൾസിൽ വരണമെങ്കിൽ ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു 7 minutes റൈഡാണ്. ഈ ഹൈ പ്രഷർ വാട്ടറിലൂടെ 360-degree ടേൺസും എന്താ പറയുക, അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവർ തന്നെ വീഡിയോസും ഫോട്ടോസും നമ്മൾ ഈ ജെറ്റ് ബോട്ടിലിരിക്കണ ഇതെല്ലാം നമ്മൾക്ക് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ അവിടെ ഹുക്ക വാട്ടർഫോൾസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീം ഇങ്ങനെ ജെറ്റ് ബോട്ടിൽ കൂടെ പോകുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്തു. കാരണം ഞങ്ങളിപ്പോൾ ശരിക്കും ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ റൊട്ടൂറുവ ആൻഡ് ഹാമിൽട്ടൺ ആണ്. അപ്പോൾ ഹുക്ക വാട്ടർഫോൾസിൽ 1 day ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്ലാനുകളും തെറ്റും. പക്ഷേ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെയുള്ളതാണ് ഒരു ബോട്ടിംഗ് ഉണ്ട് ഹുക്ക വാട്ടർഫോൾസിൽ. അതും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അത് അഡ്വഞ്ചറസ് ഒന്നുമല്ല. നമ്മൾ ബോട്ടിൽ പോകുന്നു, പക്ഷേ അത് നമ്മൾ ബോട്ട് ഹുക്ക വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്തുകൂടെ പോകുമ്പോൾ നമുക്ക് വളരെ അടുത്ത് നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അതെല്ലാം ചെയ്തായിരുന്നു. പിന്നെ ഈ സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾ ഇപ്പോൾ നോക്കട്ടെ, ഇതവർ സ്പീഡ് കുറച്ചിട്ടാണ്. പക്ഷെ ഞങ്ങളന്ന് പോയത് 110 km/h സ്പീഡിലാണ് ഞങ്ങൾ അന്ന് പോയത്. അത്രയും സ്പീഡിൽ തന്നെയാണ് 360 ടേണൊക്കെ വന്നത്. അങ്ങനെ എന്താ പറയുക, അടിപൊളിയായിരുന്നു.
അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഹുക്ക് വാട്ടർഫോൾസിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളെല്ലാം ബുക്ക് ചെയ്തിട്ട് വേണം, കറക്റ്റ് ടൈമിങ്ങിൽ ബുക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ വരാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സമയം ഒത്തിരി പോവും. പിന്നെ ജെറ്റ് ബോട്ടിലൊക്കെ ആളുകൾ എന്താ പറയുക, ഒത്തിരി റഷായിരുന്നു. ഞങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത കാരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ചിലപ്പോൾ അന്ന് നിങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവൈലബിലിറ്റി ഉണ്ടാവണമെന്നില്ല, പ്രത്യേകിച്ച് സമ്മർ ഹോളിഡേയ്സിൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും റൊട്ടൂർവ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ന്യൂസിലാൻഡിലെ യാത്രകൾ ഒരിക്കലും നമുക്ക് മടുക്കില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാത്ര പോകുമ്പോഴുള്ള റോഡ് വക്കിലെ കാഴ്ചകളാണ്. എന്താ പറയുക, കണ്ണിന് കുളിർമയും മനസ്സിന് കുളിർമയേകുന്ന എന്താ പറയുക ഹരിതാമവും പച്ചപ്പും മാത്രമേ ഉള്ളൂ ന്യൂസിലാൻഡിൽ എവിടെയും. ഏത് മുക്കിലും മൂലയിലും അത് എന്താ പറയുക മെയിൻ്റനൻസ് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ. കാരണം വളരെ ഇപ്പോൾ ഒരു പുൽക്കൊടീനെ പോലും ഇവർ അത്രയധികം കെയർഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ രാജ്യം ഇത്ര മനോഹരമായിട്ട് നിൽക്കണമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ ഡേ 1 ആണ്. അപ്പോൾ ന്യൂസിലാൻഡിലെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഈ ടൂറൊക്കെ ഞങ്ങൾ ഫിക്സ് ചെയ്തപ്പോൾ നല്ല ക്ലൈമറ്റാണ്, നല്ല സണ്ണി ഡേ ആണ് ഈ 31-ാം തീയതി കാണിച്ചത്. പക്ഷേ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ പ്ലാനുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ മഴയുള്ളപ്പോൾ നമുക്ക് എന്താ പറയുക ഒത്തിരി ഔട്ട്ഡോർ പ്ലേസസ് ഒന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ പ്ലാൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഞങ്ങൾ സോർബ് എന്ന് പറഞ്ഞിട്ടൊരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട് റൊട്ടൂർവയിൽ. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ മഴയാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല, നമ്മളെന്തായാലും വെള്ളത്തിലാണ്. സോർബ് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൂരെ കണ്ടോ, അതാണ് ബോൾ. ആ ബോളിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മലമുകളിൽ നിന്ന് നമ്മളിങ്ങനെ ഉരുട്ടി വിടും. അതാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ്. അപ്പോൾ പിന്നെ 9 hours ട്രാവലും കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. ഞങ്ങൾ പുലർച്ചെ ഒരു 4:30 പുറപ്പെട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 3 മണി 3:30 എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ആ ഉറക്കത്തിൻ്റെയും തലേദിവസമാണെങ്കിലും എല്ലാം ഒതുക്കി വെച്ച് 12-12:30 ആയി കിടന്നുറങ്ങിയപ്പോൾ. അപ്പോൾ എല്ലാവരും ടയേർഡായിരുന്നു. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റീസ് കഴിഞ്ഞ് നമുക്ക് വീട്ടിലെത്തിയിട്ട് ന്യൂ ഇയർ സെലിബ്രേഷനുള്ള എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ. അതുകൊണ്ട് തന്നെ ഇതൊരെണ്ണം മാത്രമാണ് അന്ന് നമ്മൾ ചെയ്തോളൂ റൊട്ടൂർവയിലെത്തിയിട്ട്. അപ്പോൾ എല്ലാവരും സ്വിമ്മിങ് ഡ്രസ്സാക്കി. അപ്പോൾ അവിടെ 4 ട്രാക്സാണുള്ളത്. അതിൽ ഏറ്റവും കുത്തനെയുള്ള ഒരു ട്രാക്ക് ഉണ്ട്. അപ്പോൾ 4നും പ്രൈസ് ഡിഫറെൻ്റ് ആണ്. ആ ഏറ്റവും കുത്തനെയുള്ള ട്രാക്കിന് $75 ആണ്. ന്യൂസിലാൻഡിൽ $1 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നമ്മുടെ നാട്ടിൽ 50 രൂപ വരും. പിന്നെ ഒരു ട്രീൻ്റെ ടണലിൽ കൂടെയൊക്കെ ഉള്ളത് ഒരു 65 ആണ്. പിന്നെ ഒരു ചെറുത് $45 ആണ്. പിന്നെ ആ വണ്ടി കണ്ടോ, ആ വണ്ടിയിലാണ് നമ്മളിവിടെ നിന്ന് കൊണ്ടുപോയി മുകളിലേക്ക് എത്തിക്കും. എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ ഉരുട്ടി വിടും. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ആ താഴെ എത്തുന്ന ബോളുകൾ അവർ വീണ്ടും മുകളിലോട്ട് കൊണ്ടുവന്നത്. ഏകദേശം നമ്മൾ ഈ നാറാണത്ത് പ്രാന്തൻ്റെ ഒരു കാര്യം പറഞ്ഞ പോലെ ഒരു കല്ലുരുട്ടി മലമുകളിൽ എത്തിച്ച് മലമുകളിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് വീണ്ടും ഉരുട്ടി വിടില്ലേ, അതൊക്കെ തന്നെ. അപ്പോൾ അവർ ആ വണ്ടിയിലും മുകളിലോട്ട് പോയി. അപ്പോൾ അവർ ഏത് ബോളിലാണ് വരണേന്ന് നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് ശരിക്കും മനസ്സിലാവും കൂടി ഇല്ല ആ ബോളിൽ ആരൊക്കെയുള്ളതെന്ന്. അപ്പോൾ ഞങ്ങൾ അതിനുശേഷമുള്ള ഓരോ ബോളും ഇങ്ങനെ വരണതും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നല്ല എന്താ പറയുക പേടിയുണ്ടായിരുന്നു. കാരണം ഇവർ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് അവർക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നിലവിളിച്ചാൽ പോലും കേൾക്കില്ല. അപ്പോൾ അവർ ഓക്കെ ആണോ, ഇനി അവർക്കത് ബുദ്ധിമുട്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണോ എന്നൊക്കെ ആ ഒരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. ഞാൻ മുന്നേ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു ഗേൾസ് ഓൺലി ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു റൊട്ടൂർവയിൽ. അപ്പോൾ ഞങ്ങൾ ആ 75-ൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കുത്തനെയുള്ള ആ ഒരു ഇതിലാണ്. അപ്പോൾ നല്ല സ്പീഡാണ്. നമ്മൾ ഈ ബോള് വരുന്നത് കാണുമ്പോൾ നമുക്കത്ര എന്താ പറയുക, ബോൾ പയ്യെ ബൗൺസ് ചെയ്ത് വരണ പോലെയാണ് ഫീൽ ചെയ്യണമെങ്കിലും നമ്മൾ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മളൊരു 100-110 വരണ പോലെയുള്ളൊരു ഫീലാണ് നമുക്കുണ്ടാവുക.
അപ്പോൾ പക്ഷേ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഒരു വട്ടം എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സോർബ്. പക്ഷേ കുട്ടികളെല്ലാം സൂപ്പർ ഹാപ്പിയാണ്. അവർക്ക് വൺസ് മോർ വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് ടൈം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ചെക്കിങ് ചെയ്ത് പിന്നെ നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ന്യൂ ഇയറിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്യണതുകൊണ്ട്. പിന്നെ അവിടെ കോംബോ ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ വർഷവും വന്ന് ഈ കോംബോ ഓഫേഴ്സ് എടുത്തിട്ട് ചെയ്യണവരുണ്ട്. കോംബോ എന്ന് പറഞ്ഞാൽ ഈ 4 ട്രാക്കും നമുക്ക് 1 പേഴ്സണ് ഏകദേശം 168 ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഡോളേഴ്സ്. അപ്പോൾ അത് നല്ലൊരു ഡീലാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് 4 ട്രാക്കും എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷെ നമ്മളൊരു ഹാഫ് ഡേ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്തായാലും. കാരണം ഈ 4 ട്രാക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ. പക്ഷേ എല്ലാ വർഷവും വന്ന് ചെയ്യുന്നവരുണ്ട്. കാരണം ഞങ്ങളവിടെ ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോൾ ഒരാൾ വന്നിട്ട് സീ യു ഇൻ നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും അവർ വരുന്നതായിരിക്കും എന്ന്. അപ്പോൾ ഇത് പൊന്നൂസാണ്. പൊന്നൂസ് ഒറ്റയ്ക്കായിരുന്നു ബോളിൽ പോയത്. അപ്പോൾ പൊന്നൂസ് നല്ല ഹാപ്പി ആയിട്ടാണ്. പൊന്നൂസിന് ഒരു വട്ടം കൂടി പോകാമെന്നാണ് പൊന്നൂസ് പറയണത്. പിന്നെ നല്ല തണവാണ് ആ വെള്ളത്തിൽ. നമ്മൾ ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കണ്ടോ, അത് ഹോട്ട് പൂൾസാണ്. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാം. ഇനി ഒരു ടീമും കൂടിയാണ് വരാനുള്ളൂ നമ്മുടെ. അപ്പോൾ നമ്മൾ അക്ഷമരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പൊന്നൂസ് ഓൾറെഡി നമുക്ക് എന്താ പറയുക ഇൻഫർമേഷൻ തന്നു, അവർ എൻ്റെ പുറകിൽ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത്, നമ്മൾ മുകളിൽ അവിടെ ചെന്നിട്ട് നമുക്കൊരു ടാങ്കിൽ നിറച്ചും വാട്ടർ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ മുങ്ങിയിട്ട് ഈ ബോളിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഡൈവ് ചെയ്ത് കയറണം. അപ്പോൾ അത് ഇച്ചിരി പാടായിരുന്നു എനിക്ക് അന്ന്. ഞാനൊരു 3-4 വട്ടം ഡൈവ് ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ എത്തിയത്. പിന്നെ ഇറങ്ങുമ്പോൾ വലിയ പ്രശ്നമില്ല, കാരണം അവർ നമുക്ക് ബോൾ താഴ്ത്തി തരുമ്പോൾ നമുക്ക് ഇറങ്ങാം. പക്ഷേ കയറുമ്പോൾ ഭയങ്കര പാടാണ്. നമ്മുടെ ഈ ശരീരം വെച്ച് ഡൈവ് ചെയ്യണ്ടേ. പക്ഷെ കുട്ടികൾക്ക് വലിയ പാടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരെല്ലാം ഹാപ്പി ആയിരുന്നു. അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് അവർ മെൻഷൻ പോലും ചെയ്തില്ലായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി കയറണം എന്നായിരുന്നു ആഗ്രഹം. എല്ലാവരും തണുത്ത് വിറച്ചിട്ടാണ് വന്നത്. പിന്നെ അവരെല്ലാവരും കൂടി ഹോട്ട് പൂളിൽ പോയി അവിടെ ഒരു 45-30 മിനിറ്റ്സ് ചിലവഴിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അച്ഛൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പൊറോട്ട. അപ്പോൾ അച്ഛൻ പൊറോട്ട ഉണ്ടാക്കലിൽ പിന്നെ പൊറോട്ട മാത്രമല്ല, നെയ്ച്ചോറ്, മട്ടൻ, ചിക്കൻ, ബീഫ്, അങ്ങനെ എല്ലാവിധ പായസം, കേക്ക് ഞങ്ങൾ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം കൂടി ഉണ്ടാക്കാനുള്ള നമുക്ക് സമയം ഉണ്ടാവില്ലായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ അതിന് ശേഷം ന്യൂ ഇയർ സെലിബ്രേഷൻ ആരംഭിച്ചു. പിന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ പയ്യെ ഡേ 2, ഡേ 3, ഡേ 4 ഒക്കെ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ ഇത് ഇത്തിരി ലേറ്റായിട്ടാണ് വീഡിയോ വരണതെന്നറിയാം. പക്ഷേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. അപ്പോൾ നല്ല പുതുവർഷം മാത്രമല്ല, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ കുട്ടികൾ ആദ്യം ഫുഡൊക്കെ കഴിച്ചു. പിന്നീടാണ് നമ്മൾ കഴിച്ചത്. പിന്നെ 12 മണിയായപ്പോൾ നമ്മൾ കേക്ക് മുറിച്ചു. അപ്പോൾ ബൈ, സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ.